ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും മലയാള പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതി വന്നിരിക്കുകയാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ മലയാളം എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മക്കളെ, അടുത്ത പരീക്ഷ ഫിസിക്സ് ആണ്. ഈ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ മൊത്തം പരീക്ഷ വെള്ളത്തിലാവും. A+ ഒരു പകുതി മാർക്ക് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. ആ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ മക്കളെ, മാത്സ് പരീക്ഷ പോലെയല്ല ഫിസിക്സ് പരീക്ഷ. അതായത് മാത്സ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് കുറേ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യ ദിവസം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. മെല്ലെ അടുത്ത ദിവസം മെല്ലെ പഠിക്കാൻ തുടങ്ങി. ഒരു റിലാക്സ്ഡ് മൂഡിലായിരുന്നു നിങ്ങൾ മാത്സ് പഠിച്ചത്. എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അതിലൊരു സംശയമില്ല. പക്ഷേ ഫിസിക്സ് അങ്ങനെ ആയിരിക്കില്ല. ഫിസിക്സിന് ഇന്നൊരു വൈകുന്നേരവും പിന്നെ നാളൊരു ദിവസമുള്ളൂ. ഇന്നൊരു ദിവസമില്ല, ഇന്നൊരു വൈകുന്നേരവും നാളൊരൊറ്റ ദിവസമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഇതാണെങ്കിൽ, അതായത് ഇന്ന് കുറച്ച് ഇല്ലടിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കി വെക്കാം, അന്നേരം നാളെ ഇരുന്നിട്ട് ഫുൾ ഡേ ഉണ്ടല്ലോ റിവൈസ് ഒക്കെ ചെയ്ത് തകർത്ത് മറക്കാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കുട്ടിയാണെങ്കിൽ പോലും നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, 7 ചാപ്റ്റർ ഫുൾ സാധനം റിവൈസ് ചെയ്ത് PYക്കൊക്കെ ചെയ്ത് സെറ്റാക്കി എക്സ്ട്രാ ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവോ? നടക്കില്ല. അപ്പോൾ ആ ഒരു മണ്ടത്തരം ചെയ്യാൻ പാടില്ല. സാർ പിന്നെ എന്താ ചെയ്യുക? മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അടിപൊളി ഒരു സ്റ്റഡി പ്ലാനും അതിനേക്കാളും അടിപൊളി ഒരു ലൈഫ് പ്ലാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളാണ് മക്കളെ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കുന്നു. മുഴുവൻ ചാപ്റ്റേഴ്സും അതിൽ നിന്ന് വരാനുള്ള എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും നമ്മൾ പഠിച്ചെടുത്ത് ഇന്ന് പരിപാടി തീർക്കുന്നു. അതിനുവേണ്ടി ഞാൻ റെഡിയാണ്. ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ വരും. 10 മണിക്കൂർ കൊണ്ട് 7 ചാപ്റ്ററും അതിൻ്റെ തിയറി ഭാഗവും അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കും. സാധാരണ പോലെ അല്ല നമ്മൾ പഠിച്ചെടുക്കുക. ഇപ്രാവശ്യം നമ്മൾ തിയറി ഭാഗം പഠിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ലൈഡ്സ് വെച്ചിട്ടല്ല, ഇതുപോലത്തെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഷോർട്ട് നോട്ട്സ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സാർ ഇങ്ങനെ എല്ലാം കൂടെ ഷോർട്ടാക്കി വെച്ചിട്ടുള്ള സംഗതിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന സാധനം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഇതിൽ കംപ്ലീറ്റ് ചാപ്റ്റർ എന്നാണ് കവറായി കിട്ടും. ഈ പേജ് മാത്രമല്ല, ഒരു പേജും കൂടി ഉണ്ട്. കംപ്ലീറ്റ് ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും ഇതിൽ കവറായി കിട്ടും. ആ രീതിയിലാണ് ഷോർട്ട് നോട്ട്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ തിയറി മൊത്തം റിവൈസ് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ചോദ്യങ്ങൾ ഇതുപോലെ ഓരോ ചാപ്റ്ററും ഇതുപോലെ അടിപൊളി കിടിലൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും. ഷോർട്ട് നോട്ട്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറേ വലിയ സ്ലൈഡൊന്നും കാണേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, എന്നാൽ എല്ലാ കാര്യങ്ങളും എന്താണ് ഇതും പഠിക്കാൻ പറ്റും. ഇത് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, ക്രിസ്മസ് എക്സാമിനും മോഡൽ പരീക്ഷയിലൊക്കെ ഷോർട്ട് നോട്ട്സിന് മാത്രം എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടവർക്കറിയാം. ഓക്കെ, ഈ പ്രാവശ്യം അതന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സും പ്ലസ് അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ആയിരിക്കും നമ്മൾ 10 മണിക്കൂറിൻ്റെ ലൈവിൽ ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ചെയ്യുന്നതായിരിക്കും മക്കളെ. എന്നിട്ട് ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 2 മണി വരെ നിങ്ങൾ പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഗുണം എന്താണ്? നിങ്ങൾ ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഒരു പണിയും കൂടെ ചെയ്യണം. ഈ നോട്ട്സ് എല്ലാം കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അടുത്ത ദിവസം രാവിലെ, അതായത് നാളെ രാവിലെ നിങ്ങൾ ഇരുന്നിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് ആ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ തീർന്നിട്ടുണ്ടാവും. പിന്നെ വേണം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. പക്ഷേ റിലാക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചെയ്യുക. നാളെ വൈകുന്നേരം 7:30 തന്നെയാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ഷോർട്ട് ലൈവ് ആയിരിക്കും. 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഏറ്റവും പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വലിച്ചു വാരി നമ്മൾ ചെയ്യില്ല. പരീക്ഷ ഏറ്റവും കൂടുതൽ വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, 50 ചോദ്യങ്ങളും കൂടെ ഒരു 2.5-3 മണിക്കൂർ മാക്സിമം കിട്ടും. പിന്നെ മോർണിംഗ് ബൂസ്റ്ററിൽ ഒന്നും കൂടി നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യും. പരീക്ഷ ഹാളിലേക്ക് നിങ്ങൾ കയറി ചെല്ലും. A+ അല്ല കിട്ടുക, ഫുൾ മാർക്കായിരിക്കും കിട്ടുക മക്കളെ. പക്ഷേ ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. കാരണം ഈസി ചാലഞ്ച് അല്ല. ഇന്നേ വരെ നിങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി ചാലഞ്ച് പോലെയുമല്ല. ഇതൊരു അൾട്ടിമേറ്റ് ചാലഞ്ച് തന്നെയായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 2 മണിക്കായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചെടുക്കും. ഒന്നും പഠിക്കാത്തവർക്കും ഫിസിക്സിൽ എന്തായാലും A+ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ആ വാങ്ങിച്ച് തരും. പിന്നെ ഓൾറെഡി കുറച്ച് പഠിച്ചവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ. കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അങ്ങോട്ട് ഇട്ടേക്കുക, സർ ഞാൻ ഉണ്ടാവും, ഞാൻ മുഴുവൻ ഉണ്ടാവും ലൈവിൽ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇടുക. ഇവിടെ അതിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഒരു പണിയും കൂടെ ചെയ്യണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞാൻ വരും. രാത്രി 2 മണിക്കായിരിക്കും ലൈവ് എൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ലൈവ് എൻഡ് ചെയ്യുമ്പോഴും കമൻറ്റ് ബോക്സിൽ സർ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കമൻറ്റും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയാൽ നിങ്ങൾ വേറെ ലെവലാണെന്ന് ഞാൻ സമ്മതിച്ചു തരും. എന്ന് മാത്രമല്ല, നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്.
നിങ്ങളും റെഡി ആണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ മക്കളെ, ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അലക്സ് സാർ ഉണ്ടാവും, നിങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ചരിത്രം കൂടി സൃഷ്ടിക്കാം. ഓക്കെ മക്കളെ, വൈകുന്നേരം കാണാം. മാക്സിമം ഷെയർ ചെയ്യാം, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാം.